തൃശൂർ അന്തിക്കാട് ഹൈസ്കൂളിലെ 85-86 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. തിരുവോണനാളിൽ അന്തിക്കാട് കുളത്തിന് സമീപം നടന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തുക ഏറ്റുവാങ്ങി. തൃശൂർ പെരുവല്ലൂർ ശ്രീകോട്ട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം നടത്തി. വൈക്കാട് കമ്മിറ്റി, പൂവത്തൂർ പടിഞ്ഞാറ് ഭാഗം കമ്മിറ്റി, ആലിക്കൽ പുനർജനി കമ്മിറ്റി എന്നിവർ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ കോട്ടപ്പുറം പാലത്തിൽ ഓട്ടോറിക്ഷയിൽ കാറിടിച്ച അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ മേത്തല അറക്കൽ അബ്ദുൾ റസാഖിനെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവോണനാളിൽ വാഴനട്ട് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ MLAയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം. പുല്ലൂറ്റുപാലം മുതൽ കരുപ്പടഞ്ഞ പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും MLAയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും ആവശ്യം. തൃശൂർ അട്ടാട് കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കടിയിൽ കാലകപ്പെട്ട അതിഥി തൊഴിലാളിക്ക് രക്ഷകരായ അഗ്നിശമന സേന. രക്ഷപ്പെടുത്തിയത് കൊൽക്കത്ത സ്വദേശിയായ ജസറുദ്ദീൻ ഷെയ്ഖിനെ. അപകടം അമ്പലംകാവിൽ വീടിന്റെ മേൽക്കൂര പൊളിക്കുന്നതിനിടെ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 2 സ്കൂട്ടറുകൾ കത്തിച്ചു. സമീപത്ത് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന യുവാക്കളാണ് വണ്ടി കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവർ ഓടിയെത്തി തീയണയ്ക്കുകയായിരുന്നു. തൃശൂരിൽ യുവകവി വിഷ്ണു പകൽക്കുറി നേതൃത്വം നൽകുന്ന നവതൂലിക 9ാമത് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും അരങ്ങേറി. കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ മന്ദിരത്തിൽ അരങ്ങേറിയ ചടങ്ങ് ഡോക്ടർ രാവണ്ണി ഉദ്ഘാടനം ചെയ്തു. തിരുവോണ ദിവസം മണലൂർ സഹകരണ ആശുപത്രി അടച്ചിട്ടത് മൂലം ചികിത്സ കിട്ടാതെ രോഗികൾ. പ്രതിഷേധ സമരവുമായി BJP തൃശൂർ മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി. പ്രതിഷേധ സമരം മണലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുധീർ പൊറ്റക്കാട് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ 13 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മധ്യവയസ്കൻ അറസ്റ്റിലായത് മാന്നാർ സ്വദേശി അനിൽകുമാർ. ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൃശൂർ ശ്രീനാരായണപുരം ആലയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റത് ആല സ്വദേശി മണിലാലിന്. സംഭവവുമായി ബന്ധപ്പെട്ട ആല സ്വദേശി രഞ്ജിത്തിനെതിരെ മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. തൃശൂർ പെരിങ്ങോട്ടുകര ഹോളി ഫാമിലി ഇന്റർസെഷൻ പ്രയർ ഹോമിന്റെ 3ാം വാർഷികവും വചനാഗ്നി പ്രഘോഷണവും നടത്തി. ചടങ്ങ് തൃശൂർ അതിരൂപത കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റ കോർഡിനേറ്റർ ഷിജു പുന്നൂക്കര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചൂലൂർ എഴുത്തുകാരൻ ശിവൻ കാരാഞ്ചിറ ഓർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് തൃപ്പയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. വിനു അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പരവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. പരവൂർ പൂതക്കുളം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പിടിയിലായത്. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിനെയും ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വട്ടടിക്കാവിൽ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനത്തിൽ നടപടികൾ ആരംഭിച്ചു. പാലം സാമ്പാദക സമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ആര്യനാട് പ്രസ് ക്ലബ് ഓണക്കൂട്ടായ്മയും മാധ്യമപ്രവർത്തകർക്കായി ഓണക്കിറ്റ് വിതരണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി. ബിജു മോഹൻ നിർവഹിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും. ഉത്രാട ദിനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ 50 മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഉൾക്കടലിൽ ചെലവഴിച്ചത് 5 മണിക്കൂറുകളോളം. ശേഷം കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി. തൃശൂർ ചേലക്കോട്ടുകര ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് മേയർ MK വർഗീസ്. കൗൺസിലർ മേഴ്സി അജി ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു.